നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് തന്നെ മോനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള കഷ്ടപ്പാടാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. അതിനെ കാലത്ത് കുറച്ച് അതിനോട് സംസാരിക്കുക, അതിന് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. ആക്ച്വലി വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. ഇന്നാണ് ഇതിനൊന്ന് വോയിസ് ഓവർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഈ ഡെയിലി വീഡിയോസ് എല്ലാം ഇടുന്ന ആളുകളെ ശരിക്കും സമ്മതിക്കണം. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നും അല്ല ആ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് നമ്മളുടെ റുട്ടീൻ വർക്ക്, വീട്ടിലെ വർക്ക് ആയിക്കോട്ടെ, ഏത് വർക്ക് ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഇതിനും കൂടെ ടൈം കിട്ടുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മീൻസ് എ ഗ്രേറ്റ് തിങ് ആക്ച്വലി. അങ്ങനെ അതിനെ വെയിലത്തോട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് സ്റ്റഡി ടേബിൾ. ഇതെൻ്റെ സിസ്റ്ററുടെ സ്റ്റഡി ടേബിളാണ്. അപ്പോൾ ഡെയിലി ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും കാലത്ത് ഒരു ഡെയിലി പ്ലാനർ എല്ലാം വെച്ചിട്ടാണ് മുന്നോട്ട് പോകും. അത് എങ്ങനത്തെ ദിവസമാണെങ്കിലും, വർക്കുള്ള ദിവസമാണെങ്കിലും, ഇപ്പോൾ പഠിക്കുന്ന ദിവസമാണെങ്കിലും, നമ്മൾ ഡെയിലി എഴുതി വെക്കും ഇന്നെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വർക്കിന് പോകുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ, വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എത്ര മണിക്ക് തിരിച്ചെത്തണം, അപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്സ് അതിന് മുന്നേ വായിക്കാനുണ്ടെങ്കിൽ അത്, അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ എഴുതി വെക്കും. പിന്നെ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ്. സോ ഇത് ആക്ച്വലി ഡെയിലി കാലത്തെ നമ്മൾ എഴുതി വെക്കുന്നത് ശരിക്കും നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി തരും. അപ്പോൾ അത് ഒരു റുട്ടീനായിട്ട് കുറച്ചധികം കാലമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് അനീത എഴുതുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം അതെല്ലാം എഴുതി വെക്കുക കേട്ടോ. അതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡെയിലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ആക്കാനായിട്ടും, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടും ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കും അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം നമ്മുടെ ഗ്രാഫിൽ ഗ്രോത്ത് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം എഴുതി വെച്ചു. അതിന് ശേഷം നമ്മൾ കാലത്തെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ, പല്ല് തേക്കാൻ എടുക്കുന്നു, അതുപോലെ തന്നെ മുഖം കഴുകുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കാവേ, ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷും ക്ലെൻസറും സെറ്റഫിൻ്റെ ക്ലെൻസറാണ്. ഒത്തിരി വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷും, ഡിപ്പെൻഡിങ് അപ്പോൾ ഞാൻ എവിടെയാണ് ട്രാവൽ ചെയ്യുന്നതനുസരിച്ച്. വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ അവിടെ അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വർക്ക് പ്ലേസിൽ ഞാൻ താമസിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വേറൊരു ദിവസം കാണിക്കാവേ. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ എങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്നു, നമ്മൾ ആ ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മുടെ മൊത്തമുള്ളൊരു ദിവസം പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ഭയങ്കര ഡ്രൗസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ സെൽഫ് കെയർ ഒന്നും കൊടുക്കാതിരിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ സെൽഫ് കെയർ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തിൽ നമുക്കുള്ള മോട്ടിവേഷൻ തന്നെ ഭയങ്കര അധികമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സെൽഫ് കെയർ എല്ലാം നന്നായിട്ട് എടുക്കും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷം അവളത് പഠിക്കുകയാണ്. ഞാൻ ആ സമയത്ത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഒന്ന് മുട്ടക്കറിയും അതുപോലെ തന്നെ പുട്ടുമായിരുന്നു. ഇത് ചായ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല, ചെറിയൊരു വ്ലോഗാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആക്ച്വലി കാലത്താണെന്നൊന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഉച്ചയ്ക്ക് മോനൊരു തെറാപ്പിക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു, ആ ദിവസം ബേസിക്കലി ഇന്നല്ല, അന്നത്തെ ദിവസം നമ്മൾ പണ്ടൊക്കെ കുട്ടിയായിരിക്കുമ്പം എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒത്തിരി വർഷമായി നമ്മുടെ ജോലി, പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് ഒരുപാട് കാലം. അപ്പോൾ ഇത്തവണ ഒന്ന് പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെ പോയി. പക്ഷെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം 3 ആഴ്ചയേ ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ടായിട്ട്. പക്ഷെ എന്നിട്ടും സ്റ്റോളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉള്ളതിൽ തന്നെ പ്രത്യേകിച്ച് ഒരു സെലക്ഷനൊന്നുമില്ല. മറ്റേ നമ്മളൊക്കെ ഇങ്ങനെ ഒരു തമാശയ്ക്ക് പറയുമല്ലോ, ശിവരാത്രി മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല എന്നുള്ളത്. ബിക്കോസ് അത്ര തിരക്കായിരിക്കും യൂഷ്വലി. പക്ഷെ അങ്ങനത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആരും തന്നെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, അവിടെ അധികം പൊടി ഉണ്ടായിരുന്നില്ല. കാരണം അവർ മിക്കയിടത്തും കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാത്തയിടത്താണെങ്കിൽ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളുടെ പഴയ കാലം നൊസ്റ്റാൾജിക് സ്വീറ്റ്സ് അങ്ങനത്തെ പറയുന്ന കുറേ സാധനങ്ങൾ, അതൊക്കെയാണ്. ഹൽവ, പൊരി, അതൊക്കെ പൊരി നമ്മൾ മേടിച്ചായിരുന്നു. ഇത് എന്തോ ചെറിയ കുറേ ഇത് അങ്ങോട്ടും നമ്മൾ പോയില്ല, ചെറിയ മാല, കമ്മൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെയുള്ള അവിടുത്തെ റൈഡ്സൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ അത് കുറച്ച് നല്ലതായിട്ടുണ്ടായിരുന്നു. ഐ മീൻ എപ്പോഴും ഉണ്ടാകുന്ന മാതിരി അത് നല്ലതായിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതൊക്കെ കുറച്ച് കുറച്ച് കടകൾ അവിടെ കാണുന്നത് അത്ര തന്നെ കടകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഏതെടുത്താലും 30 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ കയറിയതാണ്. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധനം പോലും 30 രൂപയ്ക്ക് വർത്തായിട്ടില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി അധികം അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്തില്ല. അത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഒന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നല്ല പ്ലാസ്റ്റിക് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. 30 രൂപയ്ക്ക് ഭയങ്കര നഷ്ടം. ഒന്നും മേടിച്ചില്ല. ഈ കുട്ടിക്ക് മാത്രം കുറച്ച് കളിപ്പാട്ടം മേടിച്ചു. ഇത് കമ്മലെടുക്കുന്ന കട. ഭയങ്കര ചീപ്പായിരുന്നു. പക്ഷേ ഒട്ടും സെലക്ഷൻ ഇല്ലായിരുന്നു. അതായത് കഴിഞ്ഞ ഏതോ ഒരു മണപ്പുറത്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് പിന്നെ എടുത്ത പോലായിരുന്നു. പിന്നെ ഇത്രയും ദൂരം വന്നതല്ലേ, എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് 2 കമ്മൽ മേടിച്ചു. അതും ഞങ്ങളത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് മുഴുവൻ തപ്പിയിട്ടാണ് 2 എണ്ണം കിട്ടിയത്. അല്ലാത്ത ഐറ്റംസ് എല്ലാം നമുക്ക് അല്ലാതെയും കടയിൽ കിട്ടുന്നത്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഒക്കെ കിട്ടുന്ന ആ സെയിം സാധനങ്ങൾ, സത്യം പറഞ്ഞാൽ മീഷോയുടെ ക്വാളിറ്റിയിൽ മാത്രമുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇത്തവണത്തെ മണപ്പുറം വ്ളോഗ് എന്ന് പറയുന്നത്. എനിക്കിഷ്ടം.